കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ടെണ്ണാനും ഫലമറിയാനും പ്രവാസികളും ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഇത്തവണ ഗൾഫിലെ സംഘർഷങ്ങൾ മൂലം നിരവധി പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഉയർന്ന വിമാനക്കൂലി കൊടുത്തും നിരവധി പ്രവാസികൾ നാട്ടിലെത്തി വോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് പ്രവാസികൾ ഇത്രയും തുക കൊടുത്ത് നാട്ടിലെത്തി വോട്ട് ചെയ്തതെന്ന് അവർ തന്നെ പ്രതികരിക്കുകയാണ്. ഇവരുടെ ഈ വാക്കുകളിലേക്ക്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള 23 ദിവസവും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായിരുന്നു. അതേസമയം ഇത്തവണ തെരഞ്ഞെടുപ്പ് ആവേശം മുൻ വർഷങ്ങളിലേതുപോലെ അത്രയ്ക്ക് വീറും വാശിയോടെയും അല്ലായിരുന്നു. ഇത് രാഷ്ട്രീയം മറന്ന് എല്ലാ പ്രവാസി സംഘടനകളും ഒറ്റക്കെട്ടായി സമ്മതിക്കുന്ന കാര്യമാണ്. ഇറാൻ US സംഘർഷം മൂലം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായ ആശങ്കകളും വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചതും ഇതിന് പ്രധാന കാരണമായി. എന്നിട്ടും നിരവധി പ്രവാസികൾ ഇത്തവണ നാട്ടിലെത്തി വോട്ട് ചെയ്തു. കേരളക്കര മൊത്തം ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. ഒരു ഭരണ മാറ്റം ഉണ്ടാവും എന്നുള്ള ആഗ്രഹത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അതിനൊപ്പം പങ്കാളിയാവാൻ എനിക്കും കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. കഴിഞ്ഞ തവണ UAE മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ ഒരു പിടി വാഗ്ദാനങ്ങളാണ് നൽകിയത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് അതിലൊരു വാഗ്ദാനം പോലും നടപ്പിലാക്കാൻ കഴിയാതെ ഒരു മുഴുനീള പരാജയമായ ഒരു സർക്കാരാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഒരു മാറ്റം ആഗ്രഹിക്കുന്നതിനൊപ്പം പ്രവാസ ലോകത്തു നിന്നും ഒരുപാട് ആളുകൾ വലിയൊരു മാറ്റത്തിനായി കാത്തിരിക്കുകയാണ്. മെയ് 4 റിസൾട്ട് വരുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഒരു വൻ വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനൊപ്പം തന്നെ UDFന് കേരളത്തിൽ ഒരു സർക്കാരും ഉണ്ടാവും. ഇടത് സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയുള്ള വിജയെഴുത്തായിരുന്നു ഓരോ പ്രവാസികളുടെയും ഇത്തവണത്തെ വോട്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രവാസികളുടെ ഓരോ വോട്ടും ഇടത് സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയും അതുപോലെ തന്നെ പ്രവാസികളോടുള്ള അവഗണനയ്ക്കെതിരെയായിരുന്നു. ശക്തമായിട്ട് UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട പ്രവാസികളുടെ ആഗ്രഹം. അതുപോലെ നടക്കുകയും ചെയ്യും. പ്രവാസ ലോകത്തു നിന്നും പ്രവാസി മലയാളികൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് വളരെ ആവേശഭരിതരായിട്ടാണ്. വളരെ സങ്കീർണമായ സാഹചര്യങ്ങൾ ഗൾഫിലുടനീളം ഉണ്ടായിട്ടും 2-3 ഇരട്ടി ടിക്കറ്റ് വർധനവിൽ ടിക്കറ്റുകൾ എടുത്ത് നാട്ടിലേക്ക് എത്തി കുടുംബങ്ങളെയൊക്കെ ഇവിടെ തനിച്ചാക്കിയിട്ട് എത്തി വോട്ടുകൾ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇൻഗാസ് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി വീടുകൾ കയറിയിറങ്ങി പ്രവാസി വോട്ടുകൾ ഉറപ്പാക്കുകയും പ്രവാസ ലോകത്തു നിന്നും വരാൻ പറ്റാത്ത പ്രവർത്തകരും ഭാരവാഹികളും ഫോൺ സന്ദേശം വഴി നാട്ടിലെ കുടുംബങ്ങളും സുഹൃത്തുക്കളോടുമൊക്കെ വോട്ടഭ്യർത്ഥിച്ച് UDF സർക്കാർ അധികാരത്തിൽ വരണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇപ്രാവശ്യം കാഴ്ചവെക്കുകയുണ്ടായി. വളരെ പ്രതീക്ഷയിലാണ് പ്രവാസി മലയാളികൾ. വളരെ തീർത്തും ഇതുവരെ കാണാത്ത രീതിയിൽ AICC നേതൃത്വം ഇവിടെ നേരിട്ടെത്തി പ്രവാസി സംഘടനകളും നേതാക്കളുമൊക്കെയായി സംസാരിച്ച് പ്രവാസികൾക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റോയുമാണ് UDF ഇപ്രാവശ്യം മുന്നോട്ട് വെച്ചത്. തീർച്ചയായും വളരെ നല്ല ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ച് UDFന്റെ ഗവൺമെന്റ് ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് പ്രവാസ ലോകം. സാധാരണയായി നടക്കാറുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും രാഷ്ട്രീയ നേതാക്കളുടെ നേരിട്ടുള്ള പങ്കാളിത്തവും ഇത്തവണ കാര്യമായി ഉണ്ടായിട്ടില്ല. പ്രമുഖരായ ഒരു നേതാക്കന്മാർക്കും കടൽ കടന്ന് ഗൾഫിലേക്ക് ഇത്തവണ എത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല വോട്ട് വിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞതും വലിയ ക്ഷീണമായി. OICC, ഇൻഗാസ്, KMCC സംഘടനകളാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രധാനമായി വോട്ട് വിമാനം ഒരുക്കാറുള്ളത്.
ഇത്തവണ ഇത് നാമമാത്രമായി മാറി. ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കും ഇന്ധന നിരക്കിലെ ഉയർച്ചയും മൂലം ചാർട്ടേഡ് വിമാന നിരക്ക് കുത്തനെ ഉയരുകയായിരുന്നു. ഇതും മറ്റൊരു വെല്ലുവിളിയായി മാറി. ഈ സമയത്ത് ഇവിടെ വരിക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാനൊക്കെ 11,600 ദിർഹംസ് ചെലവാക്കിയാണ് ഞാൻ വന്നത്. ഞാൻ ചെലവാക്കിയതിന് പറയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, അത് ഞാൻ വരുന്നു എന്നുള്ളതല്ല, എല്ലാവർക്കും അങ്ങനെയാണ് പ്രശ്നം. അത്രയും വലിയ ചെലവാക്കി വരാനുള്ള ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവിടെ വളരെ അപൂർവമേ ഉള്ളൂ. ഭരണങ്ങൾ മാറി മാറി വരുമ്പോൾ ജനങ്ങൾക്ക് നന്മ ഉള്ള വിഷയം ചെയ്യുന്ന ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളത്, അതിൽ ഏറ്റവും വലിയ പങ്കുള്ളതാണ് ഇലക്ഷനിൽ വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുകൊണ്ട് ഇവിടെ തിരിച്ചു വരികയും. SIR ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ മൂലം പ്രവാസി വോട്ട് ഉറപ്പാക്കാൻ UDF, LDF സംഘടനകൾ വലിയ രീതിയിൽ വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർത്തിരുന്നു. എന്നാൽ ഇവരിൽ പലർക്കും ഇത്തവണ നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ കണക്ക് നോക്കുമ്പോൾ പ്രവാസി വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്തിട്ടില്ല. എന്നാൽ നാട്ടിലുള്ള പ്രവാസി കുടുംബ വോട്ടുകൾ ഇത്തവണ മുന്നണികൾക്ക് ലഭിച്ചുവെന്നാണ് കണക്കുകൾ. പ്രവാസി വോട്ട് ശതമാനം കൂടിയിരുന്നുവെങ്കിൽ പോളിംഗ് ശതമാനം ഇനിയും കൂടുമായിരുന്നുവെന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം 2.25 ലക്ഷത്തോളം വോട്ട് നമ്മൾ കഴിഞ്ഞ 2 മാസമായുള്ള പാക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചേർത്തിരുന്നു. പക്ഷെ അതിൽ 10% ആളുകൾക്ക് പോലും വരാൻ കഴിയാത്ത വിധം നമ്മുടെ വിമാന സർവീസുകൾ എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള ഫെയർ ഏർപ്പെടുത്തുകയുണ്ടായി. 3000 ദിർഹമാണ് സിംഗിൾ ടിക്കറ്റിന് കൊടുക്കേണ്ടത്. 600-ഉം 700-ഉം ദിർഹത്തിന് വന്നിടത്താണ് 3000 ദിർഹത്തിലധികമായി ഈ ടിക്കറ്റിൻ്റെ വില വർദ്ധിച്ചിട്ടുള്ളത്. 50 ലക്ഷത്തോളം പ്രവാസികൾ ഈ നാടിൻ്റെ എല്ലാ വികസന പ്രക്രിയയിലും പങ്കാളികളാകുന്നവർ. ഇവിടെ പ്രളയം വന്നപ്പോഴും COVID-19 കാലഘട്ടത്തിലും ഒക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആഹാരവും മരുന്നും എയർ ടിക്കറ്റും ഒക്കെ കൊടുത്ത ഒരു സംഘടനയാണ് IOC, ഇൻഗാസ്, OSCC. അന്ന് കേന്ദ്ര ഗവൺമെൻറ് തിരിഞ്ഞു നോക്കിയില്ല. സംസ്ഥാന ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇവിടെ വന്ദേ ഭാരതിലെത്തിയവരെ പോലും വീട്ടിലെത്താതെ ഓടിച്ചു വിടുന്ന അപമാനകരമായ ഒരു സംഭവം ഉണ്ടായി. അതിന് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്രതീക്ഷിതമായൊരു യുദ്ധം GCC രാജ്യങ്ങളിൽ കഴിഞ്ഞ 1.5 മാസമായി നടക്കുകയാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അവിടുന്ന് വരാൻ ഫ്ലൈറ്റിലൂടെ വരാൻ പറ്റും. ഇന്ത്യയുടെ എല്ലാ വിമാന കമ്പനികളെയും തടഞ്ഞു വെച്ച് വിദേശ വിമാന കമ്പനികളിൽ നിന്ന് DGCA ഡൽഹി തുക പറഞ്ഞ് അഴിമതി നടത്തി യാത്രാ സൗകര്യം ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. 2.25 ലക്ഷത്തോളം വോട്ടേഴ്സാണ് കേരളത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 10% ആൾക്ക് പോലും വരാൻ കഴിയാത്തൊരു ദുരവസ്ഥ സൃഷ്ടിച്ചതാണ് കേന്ദ്ര സർക്കാർ. അതിനെ ചൂട്ടുപിടിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും ഒരു ഡെമോക്രസിയാണ്. അപ്പോൾ വോട്ട് എല്ലാ സിറ്റിസൻസിൻ്റെയും ഒരു റൈറ്റാണ്. അതുകൊണ്ട് ഈ ഇലക്ഷൻ്റെ പ്രോസസ്സിൻ്റെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇതിൻ്റെ ഒരു പാർട്ടാവണം. കേരളത്തിൽ ഭരണമാറ്റം വേണമെന്ന് പ്രവാസികളിൽ വലിയൊരു ശതമാനവും വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇത്തവണ നാട്ടിലെത്തി വോട്ട് ചെയ്തതെന്നും ഇവർ തുറന്നു പറഞ്ഞു. പക്ഷെ ഭരണമാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടത് ആവശ്യം? പൊതുവെ നമുക്ക് ഒരു 10 കൊല്ലം ഒരു ഭരണം ഉണ്ടായിരുന്നു. അതിനുള്ള നന്മകളെ എടുക്കുക. ഇനി വരുന്ന യങ് പീപ്പിൾ, ഇപ്പൊ ഞാൻ അടുത്ത സമയത്ത് ഒരു 3 MLA-ക്കളുടെ ഭാഗമായിട്ട് ഞാൻ പോയി സംസാരിക്കുക ചെയ്തത്. അവരൊക്കെ ഓരോരുത്തരും ഇപ്പൊ കൊണ്ടോട്ടിയിൽ പറഞ്ഞോളൂ. കൊണ്ടോട്ടിയിലും അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടോട്ടി നെക്സ്റ്റ് എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആ ഒരു മണ്ഡലത്തിന് അങ്ങേയറ്റം ഭംഗിയിലേക്ക് കൊണ്ടുവരാനും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡസ്ട്രിയും ബാക്കി കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാൽ കൊണ്ടോട്ടി എന്ന് പറയുന്നത് ഇനി ആരും ചെയ്യേണ്ട ആവശ്യമില്ല, കൊണ്ടോട്ടി നെക്സ്റ്റ് ആണെന്നില്ല. അപ്പൊ ഒരു കോൺസെപ്റ്റോട് വരുന്ന ചെറുപ്പക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശയാണ് ഈ സർക്കാർ. പല പ്രഖ്യാപനങ്ങളും അവിടെ വന്ന് മുഖ്യമന്ത്രി നടത്തുകയും ഒന്നും നടപ്പിലാക്കാത്ത രൂപത്തിൽ അവരെ പറഞ്ഞു പറ്റിച്ചു എന്ന ഒരു ധാരണ ഓരോ പ്രവാസിക്കുമുണ്ട്. ആ പ്രവാസി അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോട്, അവരുടെ സർക്കിളിലുള്ള ആളുകളോടൊക്കെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഭരണമാറ്റം UDF ഭരണം വേണമെന്ന് അവരും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ കേരളത്തിൽ വലിയ രൂപത്തിൽ 100ഓളം സീറ്റുകൾ നേടി
UDF ഭരണമുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലും സന്തോഷത്തോടെ കാത്തിരിക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുടങ്ങാതെ വോട്ട് ചെയ്യാൻ പോകാറുള്ള പ്രവാസി വ്യവസായി MA യൂസഫ് അലിക്ക് ഇത്തവണ വോട്ട് ചെയ്യാനായില്ല. ഗൾഫിലെ സംഘർഷ സാഹചര്യത്തിൽ മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് യൂസഫ് അലി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും ഇനി കൂട്ടലും കിഴിക്കലുമായി പ്രവാസികളും ചൂടേറിയ ചർച്ചകളിലാണ്. വോട്ടെണ്ണലായ മെയ് 4 നാട്ടിലെത്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വിമാനം കയറാൻ കാത്തിരിക്കുന്നവരും നിരവധിയാണ്. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് കോസ്റ്റ്യൂം കർട്ടസി ബൈ അലൻ സോലി ഷർട്ട്സ്.